ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 86 800120. ഒരു കാര്യം ചെയ്യത്തില്ല. ഏത് നേരവും മാഗസിനും വായിച്ചുകൊണ്ട് ഒറ്റ ഇരിപ്പാ. അതല്ലെങ്കിൽ മൊബൈല് നോക്കും. അനന്തരവളൊക്കെ തന്നെയാ. പക്ഷെ വേറെ ഏതെങ്കിലും വീട്ടിലോട്ടാണ് അവള് പോയിരുന്നെങ്കിലേ പോയതിനേക്കാളും സ്പീഡില് തിരിച്ച് അവളുടെ വീട്ടിൽ പോയി നിന്നേനെ. എടീ, അവള് നീ ആഗ്രഹിച്ച പോലെ പൊന്നും പണവും കൊണ്ടുവന്നിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നു? ഒരിക്കലും പറയത്തില്ലായിരുന്നു. ആ, എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ? ഇത് അതൊന്നുമില്ലല്ലോ. അവളുടെ നാത്തൂനും ഉണ്ണിയും പിന്നെ ആ പ്രതാപനൊക്കെ സഹായിച്ചതുകൊണ്ട് കല്യാണത്തിന് കുറച്ച് പൊന്നുണ്ടായിരുന്നു അവളുടെ ദേഹത്ത്. അതെല്ലാം കൊണ്ടുപോയി ലോക്കറി വെച്ചു. ഇനി ഇവളുടെ കല്യാണത്തിന് അതൊക്കെ കൊടുക്കുമെന്ന് എന്താ ഉറപ്പുള്ളത്? അമ്മയൊന്ന് പതുക്കെ പറ. മഞ്ജു ചേച്ചി കേട്ട് കഴിഞ്ഞാലേ പിന്നെ അത് മതി. ഇന്നത്തെ ദിവസം പോയി കിട്ടും. ഓ, നിന്റെ ഭാവിക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ പറയുന്നത്. എന്താടാ മോനെ, അവനെ റിമാൻഡ് ചെയ്തോ? ഇല്ല, അവന് ജാമ്യം കിട്ടി എന്ന് മാത്രമല്ല, കേസ് തള്ളിപ്പോയി. അവനെ തളയ്ക്കൊന്നും പറഞ്ഞല്ലേ നീ പോയത്? ഇവളുടെ ഏട്ടനാ ചോദിച്ചത്. ഇന്ന് കോടതിയിൽ ആ മാർക്കോയ്ക്ക് വേണ്ടി അവിടെ കിടന്ന് അഴിഞ്ഞാടിയത് ആരാന്ന് എനിക്കറിയോ? കണ്ണനാ, അഡ്വക്കേറ്റ് കണ്ണൻ വിശ്വനാഥൻ. കണ്ണേട്ടൻ വീണ്ടും വക്കീലിന്റെ കോട്ടിട്ടോ? ആ, LLB കഴിഞ്ഞിട്ട് പേരിന് വേണ്ടി മാത്ര അവൻ കോടതി പോയിട്ടുള്ളത്. വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും കറുത്ത കോട്ടിട്ട് എന്റെ കാലനായിട്ട് അവതരിച്ചു. ആ മാർക്കോ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം വലിയ കഷ്ടപ്പാടാ. എന്ന് വെച്ച് നാട് വിട്ടു പോകാൻ പറ്റുമോ? എടാ, വീട്ടിൽ കയറി പ്രതാപനെ പൊതിരെ തല്ലിയവനാ. ഇങ്ങേരെ വിളിച്ചോണ്ട് പോയി തല്ലു കൊടുത്തവനാ. അവന് പിന്നെ ആരെ പേടിക്കാനാ? മേക്കേട്ടനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. മുറപ്പെണ്ണും മുറച്ചെറുക്കനും ആയതുകൊണ്ട് ജാതകം പോലും നോക്കാതെയാ നിങ്ങളുടെ കല്യാണം നടത്തിയത്. പൊരുത്തം കാണത്തില്ലായിരിക്കും, അതുകൊണ്ടാവും കല്യാണശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. ഇനി അതിന്റെ പഴിയും കൂടെ മോടെ തലയിൽ കെട്ടിവെക്ക്. ആരുടെയും തലയിൽ കെട്ടിവെച്ചതല്ല. കുഞ്ഞുനാൾ മുതലേ പറഞ്ഞു വെച്ച ബന്ധം ചെയ്യായിരുന്നു. അപ്പോഴൊന്നും ജാതകം ചേരുമെന്ന് നോക്കിയില്ല. നോക്കാത്തത് എന്റെ കുഴപ്പമല്ലല്ലോ അമ്മായി. അതൊക്കെ ശരിയാ. പക്ഷേ ഇപ്പൊ നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോ എന്തോ ഒരു പൊരുത്തക്കേട് പോലെ. ഓ, ഒന്ന് നിർത്തന്റെ അമ്മേ. ഞാൻ ആകെ പാടെ തളർന്നു കയറി വന്നിരിക്കുക. കോടതി പിരിഞ്ഞ ശേഷം ആ മാർക്കോ എന്നെ ഒരു നോട്ടം നോക്കി. ദഹിപ്പിക്കുന്ന നോട്ടം. അതുകൊണ്ടേ ഏട്ടൻ ഇനി അധികം പുറത്തൊന്നും ഇറങ്ങണ്ട. ഇറങ്ങാതിരുന്നിട്ടും കാര്യമൊന്നുമില്ല മോളെ. തല്ലാൻ ഉറച്ച് ഈ മാർക്കോ എന്നവൻ വന്നാൽ വീട്ടിനകത്ത് കയറി തല്ലും. അതാണവൻ. അല്ലെങ്കിൽ കുറച്ചുനാള് നീ വീട്ടിൽ നിന്ന് മാറി നിൽക്കും. ആ, അങ്ങനെ ആരും പേടിച്ച് മാറാനൊന്നും പോകുന്നില്ല. എന്നെ തല്ലുന്നുണ്ടെങ്കിൽ അവൻ എന്നെ തല്ലട്ടെ.